സർ. അഭിലാഷ്, ആ 3 നോട്ട് കേസ് എന്തായി? സാർ അത് അന്വേഷിക്കുന്നുണ്ട്. യു ഷുഡ് ക്ലോസ് ദ കേസ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ? യെസ് സർ. എന്തിനാ സാർ വെറുതെ? സർക്കാരിന് കാശിടും, പണിയെടുക്കട്ടെ. എടോ, ആ 3 നോട്ട്സ് എന്തായി? സാറേ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എടോ, ഒന്ന് വേഗം റെഡിയാക്കാം. അവന്മാരെന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. ഓക്കെ സാർ. സാർ, ആ ചിൽഡ്രൻ കേസ്, മിസ്സിംഗ് കേസ്. ആ അണക്ക സാർ. ഇരിക്കും. ഇതമ്മൽ, യെസ് സാർ. ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കണം. എടുക്കാം. ഓക്കെ. ആ രക്ഷിതാക്കളും കൂടെ നമ്പർ മേടിച്ചോ കേട്ടോ. ഓക്കെ ഓക്കെ. പേടിക്കണ്ട. സി, അവന് നല്ല വിഷമമുണ്ട്. അതാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാവുന്നത്. ഒരു കണക്കിന് നമ്മളെല്ലാം കുറ്റക്കാരാണ്. മാതാപിതാക്കൾ, സമൂഹം, വിദ്യാലയങ്ങൾ. നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരോടൊപ്പം ജീവിക്കണം. അറ്റ്ലീസ്റ്റ് അവർക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാനുള്ള മനോഭാവമെങ്കിലും കാണിക്കണം. കൈതോലപ്പാടം നിറയെ വണ്ണാത്തിക്കിളികൾ പറന്നേ, അവരെല്ലാം ഒന്നായി ചേരും ആ സുന്ദര ഗ്രാമം. അവിടുത്തെ കഥ നീ ചൊല്ലാമോ എൻ പൂങ്കുയിലേ? ഈണത്തിൽ ആ കഥ മൂളാമോ? കൈതോലപ്പാടം നിറയെ വണ്ണാത്തിക്കിളികൾ പറന്നേ, അവരെല്ലാം ഒന്നായി ചേരും ആ സുന്ദര ഗ്രാമം. അവിടുത്തെ കഥ നീ ചൊല്ലാമോ എൻ പൂങ്കുയിലേ? ഈണത്തിൽ ആ കഥ മൂളാമോ? ലോകത്തിന്റെ കൊണ്ട് കാലൊടിഞ്ഞു പറഞ്ഞ മണി വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചു. അവിടെ നമ്മുടെ കിരണിനെ തല്ലുന്നു. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. അങ്ങനെ ഗുണ്ടുമണിയുടെ കഥ ഇവിടെ തുടങ്ങുന്നു. കിരണേ വിളി. കിരണേ കണ്ണടച്ചോടാ. വേറെ വഴി കൂടെ ഓടിയിട്ട് വിട്ടോ. ആവനാ എന്തായടാ? ഇപ്പൊ ശരിയാക്കാം. എവിടെ? പെട്ടെന്ന് കത്തിക്കേ. സാധനം കൊടുക്കണ്ടല്ലേ? താടാ വീടി താടാ. വീടി മാത്രം മതിയോ? അത് കത്തിക്കാൻ നോക്ക്. ജിമ്മി, കുറച്ച് തരുമോ? നോക്കടാ, ഭ്രാന്തായി നിൽക്കുന്ന സമയത്ത് നിന്റെ കോപ്പിലെ പരിപാടി കൈവറില്ല. അങ്ങനെ കാണിക്കാം. അവിടെ ചോദിക്കടാ. കൈവറ് കുറച്ച് മതി. കത്തിക്കടാ അങ്ങോട്ട്. കുറച്ച് പൈസ തരാട്ടാ. ഇങ്ങോട്ട് മാറി നിൽക്കാം. പല തവണയും നിന്നോട് ഞാൻ പറയണേ. ജിമ്മി വേണ്ട വേണ്ട. ജാനകി, ஜானகி, இங்க வச்ச பழம் எங்க? பழத்தொலை மட்டும் தான் இருக்கு. அவன் எடுத்திருப்பான், பாருங்க. ஐயோ, அது குமாரம் வீட்டுக்கு வாங்கினது.
இனி அது வேற வாங்கணுமா? அது பரவாயில்லைங்க, உங்க பையன் தானே. கோழி மட்டும்தான் பாக்கி இருக்கு, அதை அவங்கிட்ட திங்க சொல்லி. ஆடு கோழி மாடு எல்லாத்தையுமே சீக்கிரம் வித்துரு, അല്ലാണ്ട് അதைയും അവൻ അടിച്ചു കൊണ്ട് സാപ്പിട്ടുവാൻ. എടാ മണി, നീയല്ലേ പറഞ്ഞത് നിനക്ക് കണക്കിൽ 50-ൽ 50 ആണെന്ന്. 50-ൽ 50 അല്ലടി, 50-ൽ 9 എനിക്ക് പറ. അവനാണപ്പ എന്നെ തല്ലിയത്. ആര് ഇവനാ? നീ ചെയ്തത് കണ്ടാ? കണ്ടാ? കളിയാക്കുന്നടാ, പോത്തുപോലെ വളർന്നില്ല പോണ. ഒന്നിനും ഞാൻ പകുതി വിടില്ല. മണി ബാഗ് എവിടെ? ബാഗ് അവിടെ ഇട്ടല്ലോ. പോട്ടടാ, സാരമില്ല. സതീഷിന്റെ ഉരുക്ക് പോലെയാ, മഹാലംബനുവാ. എല്ലാം ഇവനല്ലേ? ഞാൻ അത്രയല്ലേ ചെയ്തുള്ളൂ. ഓ മതിയല്ലോ. ഗുണ്ടേ കരയണ്ട, നമുക്ക് സതീഷിനായിട്ടൊരു പണി കൊടുക്കാം. അടിപൊളി. കൈതാ എന്നാ വിളിച്ചോ. അതാ ബൈക്കിന്റെ ശബ്ദം കേൾക്കണു. ഇത് മതിയോ? ഇതെടുത്ത് എറിഞ്ഞാ ആ ചെത്ത് പോവും. ഇത് കൊണ്ട് തീർക്കടാ സതീശനെ. പുഴുത്തം കെട്ട പിള്ളേര്. நீ சதீஷ் கிட்ட என்ன பண்ண? ஒன்றும் பண்ணலப்பா. வாத்தியார் எல்லாமே சொல்லியிருக்கு, உன் பேகெல்லாம் அங்கதான் இருக்கு பாரு. எல்லாம் தேவையில்லாத வேலையை உன் பையன்கிட்ட இருக்கு. அவங்க எல்லாம் ரொம்ப மோசமான பசங்க. ஏன் அவங்க கிட்ட எல்லாம் சகவாசம் வச்சிருக்க? ஒன்றும் பண்ணலப்பா. அவனுக்கு எதுவும் சாப்பாடு எதுவும் கொடுத்துடாது, சரியா? എടകൊണ്ടേ, നീ സ്കൂളിൽ പോകലടാ? അവന്റെ പേര് വിളിയടാ. എന്റെ അമ്മയുടെ മടിയിലെത്തിട്ടാണ് പേരിട്ടത്. അവനെ വിട്ടേക്ക്. എല്ലാരും എന്തിനാ വിളിപ്പിച്ചെന്ന് അറിയാലോ. കുരുത്തക്കേട് സ്കൂളിനകത്തും പുറത്തും ഞാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? ആരാണ് സതീശനെ എറിഞ്ഞ്? ആരാടാ? ഞാനാ സാറേ. എനിക്കറിയാം, എത്രയും വെള്ളം പറ്റുന്ന ബുദ്ധി ഇല്ലല്ലടാ. മാണ്ടൻ, ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കടാ. നിന്നെ എങ്ങനെ ശരിയാക്കണം എന്ന് എനിക്കറിയാം. കുറെ നാളായിട്ട് കംപ്ലൈന്റ് കേൾക്കാൻ തുടങ്ങി. അടിച്ചിട്ടുണ്ടല്ലോ. അബി, നീ പഠിക്കാൻ മിടുക്കനാണ്. ഈ കുട്ടികളെ പോലെ ആവരുത്. എല്ലാറ്റിനെയും ഞാൻ ശരിയാക്കി തരാം കേട്ടോ. എന്റെ നിങ്ങൾ കിട്ടും. ഒന്ന് അനങ്ങി നടക്കടാ. എന്താ വിളിച്ചാ നിനക്ക് വരാൻ ഒരു മടി? പോയിട്ട് അരപ്പായിട്ട് സിസർ വാങ്ങിട്ട് വാ. പെട്ടെന്ന് വേണം, പോടാ. സിഗരറ്റ്. എന്താ മോനെ? സിഗരറ്റ്. സിഗരറ്റോ? സിഗരറ്റ് ഒന്നുമില്ല, പോടാ പോടാ. ഓ അന പോലെ വളർന്നു നമ്മടുത്തേക്ക് കാണിക്കുക. എന്റെ അച്ഛനും ഒന്ന് കാണട്ടെ. ചേട്ടാ സിഗരറ്റ്
വാസൊന്നും തന്നില്ല. എടാ തന്നെ നായ, നീ എന്ത് കോപ്പാടോ കാണിക്കാൻ നിൽക്കണേ? മേടിച്ചു വരണ്ടേ പറഞ്ഞ? നിനക്ക് ഞാൻ വെച്ചിണ്ടാ പോത്തെ. അരപ്പായിട്ട് സീസർ പഠിക്കാൻ പറഞ്ഞതാ അവന്റെ കോപ്പിൽ പരിപാടി നടക്കണത്. കടന്നു പോടാ തള്ള കൊണ്ട. വലിയ ശരീരമായി നടക്കാണ്. ஏண்டா இவ்வளோ லேட்டு? அம்மா ஜானகி, நம்ம புள்ள புதுசா கெட்ட பழக்கம் எல்லாம் பழகிருக்கா. சிகரெட்டு குடிக்கிறாண்டி. ஐயோ ஏண்டா? லூசு. வாசு கடைக்கு போக முடியாம ஆயிடுச்சு. இல்லப்பா, அந்த ஜிம்மியா இருக்குதா? ஊர்ல ஆளுங்க என்ன நினைக்கும்? എടി മണ്ടമ്മണിക്ക് ഇന്നും തല്ല് കിട്ടി. മണ്ണുണ്ണേ ആരുമില്ല, നീ മിണ്ടല്ലടി, എനിക്ക് മുട്ടായി പൊരിച്ചു തരാം. അയ്യോ അച്ഛാ, എണീക്കച്ചാ, വാച്ചാ. വീഴല്ലേ പതുക്കെ. ഇതെന്താ? ഇതാരാ? ഇത് ഇവളുടെ അച്ഛനാണ്. മോള് കരയണ്ട, അച്ഛനെ ഞാൻ വീട്ടിൽ കൊണ്ടുവെക്കാം. മോള് പോയിക്കോ. പോക്കോ മക്കള്, പോക്കോ പോക്കോ മക്കള് പോ. ഇടാ നാണം ഉണ്ടടാ, കഷ്ടം. പോക്കോ പോക്കോ. നിന്റെ മോളെ കാണാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഇനി മേലാൽ ഇവിടെ റോട്ടിൽ കണ്ടാൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. ഇല്ല, പോക്കോ. നോക്കിയിറങ്ങടാ. ഇനി നോക്കി നടന്ന ഞാൻ വീഴും. ആ വറിയതിന്റെ മുകളിൽ കല്യാണത്തിനുള്ള സാധനം റെഡിയാണ്, അത് നമുക്ക് കടത്തണം. പക്ഷേ നമ്മളെ കണ്ട നാട്ടുകാർ കൊടുക്കും, അതാ എന്റെ ടെൻഷൻ. എങ്ങനെ ഇപ്പൊ കടത്തുക? ഇതങ്ങട് കൊടുത്താ കാശിങ്ങട് പോരും. പക്ഷെ എങ്ങനെ കടത്തും? ഞാൻ കിടത്തിയാലോ? അതെന്തായാലും വേണ്ട, നിന്നെ കണ്ടാൽ അറിയാം നാട്ടുകാർ കൊടുക്കുന്നത്. ചമ്മി. ഒരു വഴിയുണ്ടാ. എന്ത്? ഗുണ്ട്. ഗുണ്ടോ? അവനെ കൊണ്ട് പറ്റുമോ? അവനെ കൊണ്ടേ പറ്റൂ. നീ വാ. ആ ഗുണ്ടെങ്ങ ഗുണ്ട്. നോക്കി വെക്കടാ. തേടി വള്ളി കാലി ചുറ്റിട്ടാ. എനിക്ക് ഗുണ്ടുമോനെ വാ, ഒരു കാര്യം പറയട്ടാ. നമ്മുടെ വർഗീച്ചേട്ടൻടാ ആ കല്യാണ വീട്, അവിടെ നീ പോയിട്ട് ആരും കാണാണ്ട് ഈ സെഞ്ചി അടുക്കള വഴി പോയി അതിന്റെ കയ്യിൽ കൊടുക്കും. അച്ഛൻ അറിഞ്ഞ ചീത്ത പറയാട്ടാ. പിന്നെ ചേട്ടൻ പറഞ്ഞ പണിയൊന്നും അച്ഛൻ കേൾക്കണ്ടെന്ന്. ഇത് ലാസ്റ്റ് ഒറ്റ തവണ ചെയ്താൽ മതി. നീ ഇനി തന്നെ അവിടെ ഒന്നും പറയൂല, ഒന്നും ചെയ്യിക്കുകയില്ല. ഇത് ലാസ്റ്റ്. അയ്യോ ഞാൻ ചെയ്യില്ല, ഞാൻ പോവും. എവിടേക്കാടാ നീ പോണ്? അയ്യോ നീ പോയാലുണ്ടല്ലോ നിന്റെ കൂട്ടുകാരൊക്കെ ഞങ്ങൾ കൊടുക്കും. പിന്നെ നിന്റെ അച്ഛനും അമ്മയും അവരെ ഞങ്ങൾ പോലീസിൽ കൊടുക്കും. മനസ്സിലായ? എടാ ഒരു തവണ ചെയ്താൽ മതി, ആരും അറിയില്ല. പിടിക്ക്. ആര് ചോദിച്ചാലും ഇത് റേഷൻ സാധനമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആരോടും ഞാൻ തന്നാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നീ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെവിക്കല്ല് പൊന്നാക്ക് ഞാൻ. പോടാ. വീട് വീട്. ഇപ്പൊ എങ്ങനെയുണ്ട്? കാര്യം സ്മൂത്തായില്ലേ? അല്ല പിന്നെ. നീ ഇങ്ങോട്ട് വാ. ഡാ അബി, ഡാ ഞാനിവിടം വിട്ട് പോവുകടാ. എന്തിനാടാ പോണേ? എന്നെ എല്ലാവരും മോശമായി കാണാടാ. സ്കൂളിലും നാട്ടിലും അപ്പനും അമ്മയും. സാരില്ലടാ, കുഴപ്പമില്ലടാ, സാരില്ല, നീ കരയണ്ട. ഇല്ലടാ, പോണം, ഉടനെ പോകും.
എനിക്ക് പേടിയാണ് എല്ലാവരെയും. ഉറങ്ങാൻ പറ്റണില്ല. പിന്നെ ഈ ചരടും മണിയും കാരണം ഞാൻ കുണ്ടുമണിയായി. ഇതാണ് എല്ലാത്തിനും കാരണം. ரொம்ப வருஷத்துக்கு அப்புறம் பிறந்த பையன். அவன் என்னை விட ரொம்ப பெருசா இருக்கான். ஆனா ஆளு வளர்ந்த அளவுக்கு அறிவு வளரலையே. ஆனாலும் நம்ம புள்ள தானே. ஏற்கனவே 2 தடவை 7வது ஃபைல் ஆயிடுச்சு. படிக்கிறதுக்கே ஆக மாட்டான். பணமரம் போல வளர்ந்துட்டு என்ன பிரயோஜனம்? கொஞ்சம் கூட பொறுப்பில்லை. எனக்கு எல்லாத்துக்கும் கூட என் மகன் தானே பெருசு. நான் பேசாம அவனை வேலைக்கு கூப்பிட்டு போயிடலான் இருக்கு. எனக்கு தெரிஞ்ச அளவுக்கு அவன் திருட்டு சாராயம் வித்துட்டு இருக்காண்டி. என்ன? வர்கீஸ் கல்யாணத்துக்கு போனப்போ அவன் தான் திருட்டு சாராயம் கொண்டு வந்திருந்தான். என் கண்ணால பார்த்தேனா. எனக்கு கேவலமா போச்சு. கடவுளே, என்ன சோதனை இது? கவனமா செய்ய வேண்டாம். என் மகனை இவங்க எல்லாம் சேர்ந்து கெடுத்துவாங்க. பேசாம நமக்கு இந்த ஊரை விட்டே போயிடுவோம். അബി, ഞാൻ പോവാടാ. എനിക്ക് പറ്റണില്ലടാ. നീ പോണ്ടടാ. കുറച്ച് ദിവസം ഇതന്നെയല്ലേ നീ പറയണേ. ഞാൻ അമ്മയുടെ കടുവ തരത്ത് നിന്ന് 100 രൂപ എടുത്തിട്ടുണ്ട്. വണ്ടി വിളിക്കാം. ഒരു മുങ്ങാൻ കോഴി നോക്ക്. എവിടേക്കെങ്കിലും പോവാ. അവിടെയല്ല, അവിടെ. അയ്യോ ചിഞ്ചു, അയ്യോ ചിഞ്ചു, അയ്യോ ചിഞ്ചു, അയ്യോ ചിഞ്ചു. വേഗം വാ. ചിഞ്ചു നീ പോലടാ. ഞങ്ങൾക്കില്ലേ? ഇല്ലടാ, എനിക്ക് പോണം. ഞാൻ കുറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വരും. വലുതായിട്ട് മണിക്കുട്ടിയോടും കിരണിനോടും പറയണം. പിന്നെ ചിഞ്ചുവിനെ ജഡ്ജിയതാണ് ഞാനാണെന്ന് പറയണേ. പോലടാ. മണി നിക്ക്, ഞാൻ പോരാ. എന്താടാ? അത് കരുത്തോണിക്കുള്ളതാണ്. അത് മതി. നല്ലതാൻ പാത്രമുണ്ട്. ആയിരിക്കാം. പക്ഷെ അവന് വേണ്ട സുരക്ഷിതത്വം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ കേരള പോലീസിന് 2 ദിവസം മതി. പേടിക്കണ്ട, ധൈര്യമായിട്ട് വെക്കുള്ളൂ. സാറേ, ജിമ്മി
ഇപ്പൊ തന്നെ പോകണം. അല്പം കടുപ്പമില്ല, കുഴപ്പമില്ല. സാറേ, നാളെ കഴിഞ്ഞാൽ ഹർത്താലാണ്. കേന്ദ്രമന്ത്രി വരുന്നുണ്ട്. ട്രാഫിക് ഡ്യൂട്ടി. ഷിറ്റ്. കേന്ദ്രമന്ത്രിയിലടോ, അവര് വന്നിട്ട് പൊക്കോളും. ഓക്കെ സാർ. നമുക്ക് നമ്മുടെ പയ്യനല്ലേ വലുത്. ഓക്കെ ഓക്കേടാ. ആ ശരി. ಗುರು ಇಲ್ಲಿ ಯಾವ ಡಕರ್ಗಳು ಸಿಕ್ಕದಿಲ್ಲ ಗುರು. ನೀ ಯಾವ ಸೀಮೆ ಶಿಷ್ಯಲೆ ನನ್ ಮಗನೇ. ಬೇರೆ ಯಾರಾவது ಹುಡುಗ ಸಿಕ್ತಿದ್ರೆ ನೀ ಅಂದ್ರೆ ಕುಂಬಿಡ್ತೀನಿ ಅಷ್ಟೇ. ಗುರು ಓತ ಲೇ ಕೂಬ ನನ್ ಮಗನೇ. ಸರಿ ಇಲ್ಲ ಗುರು. ನೀನು ನಾರ ನೀವು ಬರ್ತಾ ಬರ್ತಾ ತುಂಬಾ ಮೋಸಗಾರ ಆಗ್ತಾ ಇದೆಯಾ. ஏடா ஒரு சாய தரேன் ஒன்று. டா டா போண்டை எடுத்துக்கோ. போண்டை எடுத்துக்கோ. அவர் கொடுங்கண்ணா. எடு. அந்த வயலுக்கு கொடு. ತಗೊಳ್ಪ. ಹಾಂ ತಿನ್ಕೋ. ತಿನ್ನೋ. வாப்பா ஏறு. ಬಾರ ಹುಡ್ಗ ಹತ್ಕೊಳ್ಳೋ. ಗುಂಡುಡುಕ ಗುಂಡುಡುಕದು ಹತ್ತ ಹುಡ್ಗ. ಏಳ್ತ ನಿಧಾನ. ಮುಚ್ಚೋ. లేదెత్లో ಕೂವೆ ಎತ್ಲ ಕೊಟ್ಟಲ್ಲ ಬಿಡೋಕ್ರು. ಇದು ಅಲ್ಲಿ ಮಾಡುದು. ಆಯ್ತು ಬಿಡು.